ഹായ്, ഞാൻ ഡോക്ടർ സുനിൽ ദേവപ്രഭ. പുരോഗതി കൈവരിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ആശയങ്ങൾ മനസ്സിൽ മുളയ്ക്കണം. അന്യരുടേതായാലും പുതിയ ആശയങ്ങൾ വന്നാൽ നമ്മളതിനെ തട്ടിക്കളയേണ്ട കാര്യമില്ല. പുതിയ ആശയങ്ങൾ മനസ്സിൽ വന്നാൽ അതിനെ ചിലപ്പോൾ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുള്ളതായിരിക്കും. അതുകൊണ്ട് ഏറ്റവും ബഹുമാനത്തോടെ, ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും മൃദുലമായി, എപ്പോൾ വേണമെങ്കിലും ചതഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നിഷേധ ചിന്തകൾ ഉണ്ടാവാതെ ഏറ്റവും സ്നേഹത്തോടെ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ് പുതിയ ചിന്തകൾ. അതിനെ നറീഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. പുതിയ ആശയങ്ങൾക്ക് വളം കൊടുത്തുകൊണ്ട് അതിനെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. നടക്കുമ്പുള്ള കിടക്കും പിള്ളയ്ക്ക് ആപത്ത് എന്ന് മുത്തശ്ശിമാർ പറയാറില്ലേ? അതായത് അല്പം നടന്നു തുടങ്ങിയ കുട്ടി പുതുതായി ഉണ്ടായ കുട്ടിയെ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നതുപോലെ നമുക്ക് എന്തെങ്കിലും ചെറിയ ആശയങ്ങൾ, പുതിയ വസ്തുതകൾ എന്തെങ്കിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പുതിയൊരാശയം വന്നു കഴിയുമ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഈ പുതിയ ആശയത്തെ കൊന്നുകളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പുതിയ ആശയങ്ങൾ. ആ പുതിയ ആശയങ്ങൾ മനസ്സിലിട്ട് ഉരുട്ടിയെടുത്ത് അതിൻ്റെ ഷെയ്പ്പാക്കിയതിന് ശേഷം അത് നടപ്പിലാക്കണം. അല്ലാതെ മനസ്സിൽ മാത്രം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. മനസ്സിൽ മാത്രം കൊണ്ട് നടന്നാൽ മനസ്സ് മാറുകയല്ലാതെ ഒന്നും പ്രവൃത്തി പദത്തിലേക്ക് എത്തില്ല. ഒരു നോവലിലൊരു കഥാപാത്രം പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം ഉറങ്ങുകയും എന്നോടൊപ്പം ഉണരുകയും ചെയ്ത എൻ്റെ പുതിയ ആശയങ്ങൾ എൻ്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്, മദ്യത്തിൽ വെള്ളം കലരുന്നത് പോലെയെന്ന്. അപ്പോൾ അതായത് മനസ്സിൻ്റെ കളറ് മാറി എന്ന് കരുതി ആശയം വന്നിട്ടില്ല, ആശയം നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പുതിയ ആശയങ്ങൾ ഉണ്ടാവുന്നതും അത് നടപ്പിലാക്കാനും നമുക്ക് കഴിയട്ടെ.